കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം. ഓരോ ദേശകാലത്തും ധരിക്കേണ്ട രുദ്രാക്ഷത്തെ പറ്റിയാണ്. ഇപ്പോൾ ഓരോ ദേശകൾ വരുന്നല്ലോ. ഇപ്പോൾ ശനിദശയുണ്ട്, രാഹുർദശയുണ്ട്, സൂര്യദശയുണ്ട്, ചന്ദ്രദശയുണ്ട്, കുജദശയുണ്ട്, ബുധദശയുണ്ട്, ഇല്ലേ, വേഴദശയുണ്ട്. അങ്ങനെ ഓരോ ദശാകാലത്തും ഓരോരോ രുദ്രാക്ഷങ്ങൾ ധരിച്ചാൽ അതിൻ്റേതായ ഫലങ്ങൾ കിട്ടും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ സൂര്യദശാകാലത്ത് എങ്ങനത്തെ രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത്? ഒറ്റമുഖ രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത്. സൂര്യദശ കാലത്ത് ഒറ്റമുഖ രുദ്രാക്ഷം ധരിക്കാം. അതുപോലെ ചന്ദ്രദശാകാലത്ത് രണ്ട് മുഖമുള്ള രുദ്രാക്ഷം ചന്ദ്രദശാകാലത്ത് ധരിക്കാം. പിന്നെ കുജദശ, അതായത് ചൊവ്വാദശാകാലത്ത് 3 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. 3 മുഖമുള്ള രുദ്രം. പിന്നെ ബുധദശാകാലത്ത് 4 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. ബുധദശാകാലത്ത്. വേഴദശാകാലത്ത് 5 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. വേഴദശാകാലത്ത് 5 മുഖം. ശുക്രദശാകാലത്ത് 6 മുഖമുള്ള രുദ്രാക്ഷം. ശനിദശാകാലത്ത് 7 മുഖമുള്ള രുദ്രാക്ഷം. രാഹുർദശാകാലത്ത് 8 മുഖമുള്ള രുദ്രാക്ഷം. കേതുർദശാകാലത്ത് 9 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. ഇങ്ങനെയാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത്. രുദ്രാക്ഷം ഇടയ്ക്കിടയ്ക്ക് ശുദ്ധി വരുത്തണം. പലരും ഇത് ചെയ്യാറില്ല എന്നതാണ് സത്യം. രുദ്രാക്ഷം ഇടയ്ക്കിടയ്ക്ക് ശുദ്ധി വരുത്തണം. എങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത്? അതാണ്. അപ്പൊ രുദ്രാക്ഷമാലയൊക്കെ രുദ്രാക്ഷം ധരിക്കുന്നവർ അത് ശുദ്ധി ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. തിങ്കളാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പ് ഇവർ കുളിക്കണം. തിങ്കളാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പ് ഇവർ കുളിച്ച് രുദ്രാക്ഷത്തെ ആദ്യം ശുദ്ധജലത്തിലും പിന്നീട് പാലിലും കഴുകി ശുദ്ധി വരുത്താവുന്നതാണ്. ഞാനൊന്നുകൂടി പറയാം. അത് തിങ്കളാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് രുദ്രാക്ഷത്തെ ആദ്യം ശുദ്ധജലത്തിലും, ശുദ്ധജലം എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്കവർക്കും പൈപ്പ് വെള്ളമായിരിക്കുമല്ലോ. അപ്പോൾ പൈപ്പ് വെള്ളം തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളമാണെങ്കിൽ ഏറ്റവും ഉത്തമം. അപ്പോൾ കിണറ്റിലെ വെള്ളം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പൈപ്പ് വെള്ളമാണെങ്കിൽ ആ പൈപ്പ് വെള്ളത്തിൽ ആ ക്ലോറിനൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്ലോറിൻ്റെ അംശമൊക്കെ പോയിട്ടുള്ള ആ ശുദ്ധജലം, ആ വെള്ളത്തിൽ രുദ്രാക്ഷം കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം പാലിൽ കഴുകി ശുദ്ധീകരിക്കണം. അങ്ങനെയാണ് രുദ്രാക്ഷം ശുചീകരിക്കേണ്ടത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.